ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും പ്രതിപട്ടികയിലേക്ക്. നിർണായക നീക്കവുമായി എസ്.ഐ.ടി. തന്ത്രി കണ്ഠര് രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ദേവസ്വം സെക്രട്ടറി ബിന്ദു എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വൻ ക്രമക്കേടുകളിലും സ്വർണ്ണക്കൊള്ള കേസിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ പ്രതി ചേർക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കം ആരംഭിച്ചു. പ്രശാന്ത് അധ്യക്ഷനായ മുൻ ഭരണസമിതിയുടെ കാലത്താണ് കേസിലേക്ക് നയിച്ച വിവാദപരമായ ഇടപാടുകൾ നടന്നതെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. 2025 ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപാളികളും സ്വർണം പൂശുന്നതിനായി മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിന്റെ തുടക്കം. ക്ഷേത്രത്തിലെ നിർണായകമായ ഈ ഭാഗങ്ങൾ സ്വർണം പൂശാനായി കൈമാറിയതിൽ വലിയ രീതിയിലുള്ള സുതാര്യത കുറവും ദുരൂഹതയും നിലനിന്നിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. മുൻ ഭരണസമിതിക്ക് ഈ ഇടപാടിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നുമാണ് എസ്.ഐ.ടി. സംശയിക്കുന്നത്. ഭരണസമിതിയുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. പ്രശാന്തിനെ കൂടാതെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന അജികുമാർ, സന്തോഷ് എന്നിവരെയും കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്ത്രി കണ്ഠര് രാജീവര്, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ദേവസ്വം സെക്രട്ടറി ബിന്ദു എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് എസ്.ഐ.ടിയുടെ നീക്കം. ഈ കേസിന്റെ പുരോഗതിയിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ അതീവ നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതി മുൻപ് തന്നെ വളരെ വ്യക്തമായി ഉത്തരവിട്ടിരുന്നു. വിശ്വാസികളുമായി ബന്ധപ്പെട്ടതും അതീവ പ്രാധാന്യമുള്ളതുമായ വിഷയമായതിനാൽ കേസിൽ കൃത്യമായ തിട്ടപ്പെടുത്തലുകളും സുതാര്യതയും ആവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസം 29-നകം കേസിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി നൽകിയ ഈ സമയപരിധിക്ക് മുൻപ് തന്നെ പുതിയ പ്രതികൾക്കെതിരെ കൃത്യമായ കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ. ഉന്നത അധികാരികളുടെയോ ഹൈക്കോടതിയുടെയോ കൃത്യമായ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപാളികളും സ്വർണം പൂശാനായി നൽകിയതെന്ന് എസ്.ഐ.ടിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ നിയമാവലികളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഈ സ്വർണ്ണക്കടത്ത് അഥവാ മാറ്റിവെക്കൽ നടന്നതെന്നാണ് ആക്ഷേപം. കോടതിയിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിൽ മുൻ ഭരണസമിതിക്കുണ്ടായ വീഴ്ചകളും സ്വർണം കൈമാറിയതിലെ ദുരൂഹതകളും എസ്.ഐ.ടി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകളും നിർണായകമായ വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമലയെപ്പോലെയുള്ള ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈ സ്വർണ്ണ വിവാദം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്ന് ഉറപ്പാണ്.